രാവിലെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചുകൊണ്ടാണ് കേട്ടോ എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത്. മീൻകാരൻ ചേട്ടൻ രാവിലെ തന്നെ വന്നിട്ടുണ്ട്. കൊണ്ടുവന്നാണെങ്കിലോ മത്തി. ഇന്നും മത്തിയാണല്ലോ ദൈവമേ എന്ന മട്ടിലാട്ടോ അമ്മ അവിടെ നിൽക്കുന്നത്. അമ്മയ്ക്ക് ഇന്ന് അമ്പലത്തിൽ പോകാനുണ്ടായിരുന്നു. അതുകൊണ്ട് അമ്മ പോകുന്നതിന് മുന്നേ തന്നെ രാവിലെ കുറച്ച് ജോലികൾ തീർക്കാമെന്ന് വിചാരിച്ച് ഞാൻ രാവിലെ തന്നെ അടുക്കളയിൽ കയറിയപ്പോൾ തന്നെ എനിക്ക് നന്നായിട്ട് വിശക്കാൻ തുടങ്ങി കേട്ടോ. അന്നേരം പിന്നെ അപ്പം ചുട്ട് കഴിക്കാമെന്ന് വിചാരിച്ച്. അപ്പവും കിഴങ്ങേറിയായിരുന്നു കേട്ടോ രാവിലെ കഴിക്കാനായിട്ട്. അത് കഴിഞ്ഞപ്പോഴാണെങ്കിൽ ഉച്ചക്കലത്തെ ഊണിനുള്ളതെല്ലാം തയ്യാറാക്കാമെന്ന് വിചാരിച്ച് കപ്പയ്ക്കയും പയറും ഇട്ട് ഒരു ഉടച്ചുകറി വയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ അതിനുള്ളതെല്ലാം തയ്യാറാക്കി അടുപ്പത്ത് വെച്ച് അപ്പോഴത്തേക്കിനും അയിനിക്ക് ഇവിടെ കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് അവളെ എടുക്കാൻ വേണ്ടിയിട്ട്. അമ്മ പോയല്ലോ, അന്നേരം പിന്നെ അല്ലെങ്കിലും അവൾ അങ്ങനെ തന്നെയാണ്. അങ്ങനെ ഇനി ബാക്കിയുള്ള ജോലികൾ അവളെ ഒക്കത്ത് വെച്ചുകൊണ്ടാകാമെന്ന് വിചാരിച്ച് മീൻകറിക്കെല്ലാം അടുപ്പത്ത് വെച്ചപ്പോഴത്തേക്കിനും അവൾക്ക് ഉറങ്ങണമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ നയനൂനെ കൊണ്ടുപോയി ഉറക്കി കിടത്തി. അത് കഴിഞ്ഞിട്ടായിട്ടോ മീൻകറി എല്ലാം വെക്കാനായിട്ട് പോയത്. അപ്പോഴാണ് ഓർത്തത് കുറച്ച് മാവ് ബാലൻസ് ഇരിപ്പുണ്ടല്ലോ എന്ന്. പിന്നെ അതൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ പുളിച്ചു പോവേ. അമ്മ എന്തായാലും മീനെല്ലാം വൃത്തിയാക്കി തന്നിട്ടാണ് പോയത്. അതുകൊണ്ട് മീൻകറി വെക്കാൻ എളുപ്പമായി. അപ്പോഴാണ് ഓർത്ത് ചോറ് വയ്ക്കാനുള്ള അരി അടുപ്പത്തിട്ടിട്ട് അതിൻ്റെ തീ നോക്കിയില്ലല്ലോ എന്ന്. അമ്മ ഉണ്ടെങ്കിൽ ഇതൊക്കെ അമ്മയാട്ടോ ചെയ്യാറുള്ളത്. പിന്നെ എന്താ കടുക് താളിക്കാനായിട്ട് കറിവേപ്പില വെച്ചാനായിട്ട് പോയതാട്ടോ. നമ്മുടെ സ്വന്തം കറിവേപ്പിൽ നിന്ന് തന്നെ പിച്ചി ഇങ്ങനെ ഇടുമ്പോൾ ഒരു സന്തോഷം. പിന്നെ ഉടച്ചുകറിക്കുള്ള കടുകെല്ലാം താളിച്ചിട്ട് അതെല്ലാം കഴിഞ്ഞപ്പോൾ പിന്നെ മീൻകറിക്ക് എടുത്തതിൻ്റെ ബാക്കി കുറച്ച് മീൻ ഇരിപ്പുണ്ടായിരുന്നു. അതെല്ലാം കൂടി വറക്കാനായിട്ട് അങ്ങ് എടുത്ത് നയന് ഉണരുന്നതിന് മുന്നേ എങ്ങനെയെങ്കിലും ഈ ജോലിയെല്ലാം ചെയ്ത് തീർക്കണമെന്നുള്ള ചിന്ത മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ എനിക്ക്. അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും വീട് തൂക്കാനും കുറച്ച് പാത്രങ്ങൾ കഴുകാനും ഉണ്ടായിരുന്നു. ആ പണിയെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിനും എനിക്ക് നല്ല വിശപ്പായി. പിന്നെ വിചാരിച്ച് ബാക്കി പണികളെല്ലാം ചോറ് കഴിച്ചിട്ടാവാന്ന്. അങ്ങനെ ചോറ് കഴിക്കാനായിട്ടിരുന്നു. അപ്പോഴത്തേക്കിനും അമ്മയും വന്നായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും പാൽപ്പായസം ഒക്കെ ആയിട്ടാട്ടോ അമ്മ വന്നത്.